ഇന്ത്യയുടെ തലസ്ഥാന നഗരിയിൽ ചാവേർ ആക്രമണം നടത്തിയ ഭീകരർക്ക് ലോകത്തിന് മുഴുവൻ സന്ദേശമാകുന്ന തരത്തിലുള്ള തക്കതായ മറുപടി നൽകുമെന്ന അമിത്ഷായുടെ പ്രസ്താവനയിലൂടെ ഒരു കാര്യം എന്തായാലും വ്യക്തമായി. വരുന്നത് ഓപ്പറേഷൻ സിന്ദൂർ അല്ല, അതുക്കും മേലെയുള്ള ഒന്നാണ് എന്നുള്ള കാര്യം വ്യക്തം. ഇന്ത്യയിൽ ഇനി ഒരിക്കലും ഇത്തരമൊരു ആക്രമണം നടത്താൻ ആരും ധൈര്യപ്പെടരുതെന്ന് ആഭ്യന്തരമന്ത്രി അമിത്ഷാ ശക്തമായ ഭാഷയിൽ പറഞ്ഞു. ഗുജറാത്തിലെ മോദിബായ് ചൗധരി സാഗർ സൈനിക് സ്കൂളിന്റെ ഉദ്ഘാടന വേളയിൽ വീഡിയോ കോൺഫറൻസിൽ പങ്കെടുക്കുകയായിരുന്നു ഭീകരവാദികൾക്കെതിരെ അമിത്ഷാ ആഞ്ഞടിച്ചത്. നമുക്കറിയാം, ഇന്നലെ ദില്ലി സ്ഫോടനത്തിന്റെ കണ്ണികൾ പാകിസ്ഥാനിലേക്ക് നീളുന്ന വാർത്തകൾ വന്നിരുന്നു. പിടിയിലായിട്ടുള്ള വനിത ഡോക്ടർ ഷഹീൻ സഹിദ് പാക് ഭീകര സംഘടനയായിട്ടുള്ള ജെയ്ഷെ മുഹമ്മദ് തലവൻ മസൂദ് അസറിന്റെ അനന്തരവന്റെ ഭാര്യ ആരിഫ് ബീവിയുമായി അടുത്ത ബന്ധം പുലർത്തിയിരുന്നു എന്നും അന്വേഷണ സംഘങ്ങൾ കണ്ടെത്തിയിരുന്നു. മാത്രമല്ല, പിടിയിലായ ഡോക്ടർമാർ, ഈ 4 ഡോക്ടർമാരും സ്വിറ്റ്സർലാൻഡ് എൻക്രിപ്റ്റഡ് മെസ്സേജിംഗ് ആപ്ലിക്കേഷനിലൂടെ ഭീകര സംഘങ്ങളുമായി ആശയവിനിമയം നടത്തിയിരുന്നു എന്നും അന്വേഷണ സംഘം കണ്ടെത്തി. ഓപ്പറേഷൻ സിന്ദൂറിന് ശേഷം ഇനിയൊരു ഭീകരാക്രമണം ഇന്ത്യ മഹാരാജ്യത്ത് ഉണ്ടാവുകയാണെങ്കിൽ അത് നമ്മുടെ രാജ്യത്തിനെതിരായിട്ടുള്ള യുദ്ധമായി തന്നെ കണക്കാക്കുമെന്നും അത്തരത്തിൽ ഇന്ത്യ തിരിച്ചടിക്കുമെന്നും ഓപ്പറേഷൻ സിന്ദൂറിന്റെ വേളയിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി പറഞ്ഞിരുന്നു. സ്ഫോടനത്തിൽ ജീവൻ നഷ്ടപ്പെട്ട ഇരകളുടെ കുടുംബത്തിന് അനുശോചനം രേഖപ്പെടുത്തിയ അമിത്ഷാ പഹൽഗാം ഇരകൾക്ക് നീതി ലഭിച്ചതിന് സമാനമായി ദില്ലി സ്ഫോടനത്തിന്റെ ഇരകൾക്കും നീതി ലഭിക്കുമെന്നും പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ദൃഢനിശ്ചയം നിറവേറ്റപ്പെടുമെന്നും വാക്ക് നൽകി. ന്യൂസ് ഡെസ്ക്, ന്യൂസ് ഇന്ത്യ മലയാളം.